ഹായ് ഗായ്സ്, ആദ്യത്തെ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. മുളപ്പിച്ച ചെറുപയർ റോസ്റ്റ് മെഴുക്ക് പുരട്ടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം അതിനു വേണ്ടി 1 കപ്പ് ചെറുപയർ വെള്ളത്തിൽ കുതിർത്ത് തലേ ദിവസം വെക്കുക. ഒന്ന് ഒരു 10 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ കുറച്ചുകൂടെ മുളച്ച് കിട്ടും. ഇത് രാവിലെ ഞാനൊരു 8 മണിക്കാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിൽ ഈ പയർ ഇട്ട് കൊടുക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് ഇച്ചിരി ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇളക്കുക. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള അതിനുള്ള ചേരുവകൾ ചേർക്കാം. നമ്മളൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് കടുകിടുക. അത് പൊട്ടുകതിന് ശേഷം ഇച്ചിരി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിലേട്ടൊക്കെ ആഡ് ചെയ്യാം. ഇതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നിടം വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് ഇച്ചിരി സവോള ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആകുന്ന വരെയും ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇച്ചിരി കരിയാപ്പിലയും കൂടി ഇടാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പൊടി ഐറ്റംസ് എല്ലാം കൂടെ ചേർക്കണം. ഇത് നല്ലപോലെ ഇപ്പോൾ ഫ്രൈ ആയി വരികയാണ്. ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്ക് ഇപ്പം ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോളയൊക്കെ ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആകാൻ വേണ്ടി പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് ഇച്ചിരി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിച്ചിരി മുളക് പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ അതിൻ്റെ ഒരു പച്ച ചവ മാറുന്നിടം വരെയും നമുക്ക് എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഈ പയറ് വെന്തോ നോക്കാം. വെന്തൊക്കെ വരുന്നുണ്ട്. നല്ലപോലെ നമ്മുടെ പാകം ഒരുപാട് വെന്തളിയണ്ട, അളിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് പോകും. നമുക്ക് ഈ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇളക്കി കൊടുക്കണം. എന്നാലേ അത് നല്ലപോലെ സെറ്റായി വരത്തുള്ളൂ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഹെൽത്തി ഫുഡാണ്. അതിനൂടെ ഒരു 2 വറ്റൽമുളക് ഇടുവാണെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടുതലാണ്. അപ്പം നമ്മുടെ മുളപ്പിച്ച ചെറുപയർ റോസ്റ്റ് മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് 5 മിനിറ്റ് കൊണ്ട് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരു ഹെൽത്തി ഫുഡാണ്.